ഒറ്റ ചോദ്യം, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? 100% വിജയം. ഇതിനകത്ത് എത്ര പേര് ഫോണും കൊണ്ട് ബാത്റൂമിൽ പോകുന്നുണ്ട്? പൊക്കി ചായ എടുത്ത് തന്നില്ല അവിടെ തന്നെ കൈപൊക്കണം എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയല്ല, ഞാനും കൊണ്ടുപോകും ഫോൺ ബാത്റൂമിൽ. നമ്മൾ ഇത് എല്ലാം ഇതിനകത്തുനിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പോകുന്നിടത്ത് എല്ലാം ഫോൺ കൊണ്ടുപോകാറുണ്ട്, ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോകാറുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ബാത്റൂമിൽ ചെന്നിട്ട് ഇറങ്ങുന്നതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചെന്ന് കൊണ്ട് കളയാനുള്ള സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചല്ല. ഈ നെറ്റ് ഉണ്ടെങ്കിൽ താമസിക്കും, നെറ്റില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങും. ഈ അടുത്തിടയ്ക്ക് ഒരു റൂമർ ഇറങ്ങി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. അതായത് ഈ മെറ്റയുടെ ആപ്ലിക്കേഷൻസ് അത് യൂസറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഓഡിയോ വീഡിയോ ഒക്കെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഒബ്സർവ് ചെയ്യാൻ സിഇഒയുടെ ഹെഡിൽ ഒരു ടീം ഉണ്ടെന്നൊക്കെ. സത്യമാണെന്ന് അറിയത്തില്ല. സത്യമാണെങ്കിൽ കോടിക്കണക്കിന് വരുന്ന ബാത്റൂമിലെ ഫോൺ യൂസേഴ്സ് എല്ലാം മോളിൽ ഒരുത്തൻ കാണുന്നുണ്ട്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ സക്കർബായി ഇതറിയാതെ പെട്ടെന്ന് ഓർക്കാതെ ഫോണും കൊണ്ട് ബാത്റൂമിൽ കയറി. പകുതി ആയപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലായത്. പുള്ളി പരിപാടി പകുതി നിർത്തിയിട്ട് പുറത്തിറങ്ങി. പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ പുള്ളിയുടെ മൈൻഡിൽ അതില്ല, അവന്മാർ ഇത് കാണുമോ. പുള്ളി ഓഫീസിൽ ഒബ്സർവേഷൻ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. ടീം അവിടെ തലേന്ന് ബിൽഡ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ സൈസിനെ കുറിച്ചും അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചോ പറഞ്ഞുകൊണ്ടിരുന്നത്. സക്കർബായ് അവിടെ ചെന്നിരുന്നിട്ട് ഇവന്മാർ കാണുമോ? ഇപ്പോൾ അതിലൊരുത്തൻ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് കണ്ടു ഇന്നലത്തെ പരിപാടിയില്ലേ അത് കണ്ട്, പക്ഷേ അതിൻ്റെ സൈസ് ഇത്തിരി കുറവാണ്. സക്കറിന് അതായിരിക്കാൻ വഴിയില്ല, കുറച്ച് നേരം ഇരിക്കാം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു എനിക്ക് സൈസ് ഓക്കെയാണ്, ബട്ട് ഇറ്റ്സ് നോട്ട് റീപ്രൊഡക്റ്റീവ്. സക്കറിന് ദൈവമേ, അപ്പോൾ എൻ്റെ 2 പിള്ളേർ അറിയാത്ത പോലെ ഇരിക്കാം. പുള്ളി തോന്നണ എന്തോ ചെയ്യുന്നറിയാം, പുള്ളി വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ എല്ലാ കൺട്രോൾ പുള്ളിയുടെ ഫോണിലാക്കി. എനിക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ. പുള്ളി ഇതിന് ശേഷം മെറ്റയുടെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് ഫോൺ കൊണ്ട് ബാത്റൂമിൽ പോകുന്നത്. അതാ ഇന്നാളിൽ ഇടയ്ക്ക് ഈ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് എല്ലാം കട്ടായി പോയല്ലോ. കട്ടാവുന്നതല്ല, പുള്ളി കട്ടാക്കുന്നതാണ്. അതായത് സ്വന്തം ബാറ്റിങ് സ്വന്തം ഫോണിൽ കാണാൻ പലരും താല്പര്യപ്പെടാറില്ല, ക്രിഞ്ചടിക്കും. ഈ സ്മാർട്ട് ഫോണിൻ്റെ വരവ് ആ സമയത്ത് ഇതിൻ്റെ യൂസിങ് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൻ്റെ കുത്തക അവകാശമായിരുന്നു, യുവാക്കളുടെ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഫോണും കൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പം അച്ഛൻ വന്ന് നോക്കും, മനുഷ്യവർഗത്തെ നശിപ്പിക്കാനായിട്ടൊരു സാധനം എന്നൊക്കെ, എന്നെ അല്ല ഫോണിനെ കുറിച്ചിട്ട്. അപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് വന്നപ്പം അച്ഛൻ ഫോണും കൊണ്ട് അതേ സിറ്റിങ്ങിൽ ഫോണും കൊണ്ടിരിക്കുന്നു. നോക്കിയപ്പം 708 നമ്പർ കരയോഗ റീൽ ഗ്രൂപ്പ് ക്രിയേറ്റഡ് ബൈ ഗോപാലകൃഷ്ണൻ. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പുള്ളി എന്ന് വെച്ചാൽ അവിടുത്തെ ഈ പെൻഷൻ ഗ്രൂപ്പിൻ്റെ ഡിജിറ്റൽ ഗ്രോത്തിന് ഏതാണ്ട് വലിയ രീതിയിൽ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ സക്കർബർഗിനെയൊക്കെ പോലെ. അപ്പം ഞാൻ എന്തായാലും പുള്ളി ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ഞാൻ പുള്ളിനെ കാണാനായിട്ട് ചെന്നപ്പം പുള്ളി പെട്ടെന്ന് ഓടിപ്പോകുന്നു. ഞാൻ എങ്ങോട്ട് വന്നു, ഒരു സ്ഥലം വരെ പോകാനുണ്ട്, ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്നാൽ പോരെ, അവർ വീട്ടിലോട്ട് വരത്തില്ലേ? നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് വെച്ച് നമ്മൾ അങ്ങോട്ട് പോകണം, അവരെ വീട്ടിൽ കൊണ്ടുവരുന്നത് ശരിയല്ല. എന്നിട്ട് എന്നോട് ചോദിച്ച്, എടാ മണിച്ചിത്രത്താഴ് പാർട്ട് 2ൻ്റെ പ്രൊമോഷനൊക്കെ വന്നുള്ളൂ, നീ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല. ഇനി ഞാൻ ഔട്ട്ഡേറ്റഡ് ആയോ? ഞാൻ പറഞ്ഞു ഒന്ന് കാണിച്ചേ. നീ കണ്ടില്ല? ഇൻസ്റ്റയൊക്കെ തുറന്ന ഇപ്പോൾ അതേ ഉള്ളൂ, ഭയങ്കര പ്രൊമോഷനാണ്. ഞാൻ നോക്കിയപ്പോൾ എന്തോ ഈ അമ്മ മെസ്സേജ് അയച്ചിട്ട് കണ്ട പെമ്പിള്ളേർക്ക് ആൾമാർ റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയിട്ട് മറ്റേ പൂട്ടിൻ്റെ ചിഹ്നമൊക്കെ ടൈറ്റിൽ കാർഡാണ് മണിച്ചിത്രത്താഴ് പാർട്ട് 2. ഇവർക്കൊക്കെ അത്യാവശ്യം ഈ ഡിജിറ്റലിൻ്റെ നോളജൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ഗുജറാത്തിൽ നിന്ന് പ്രവാസ ജീവിതം കഴിഞ്ഞെത്തിയ ഒരു മാമൻ, പുള്ളിക്ക് വാട്സപ്പിലൊക്കെ അരങ്ങേറുന്നതേ ഉള്ളൂ. പുള്ളി ഇപ്പം ഈ നിമിഷം പുള്ളിയൊക്കെ ഈ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻ്റഗണിൽ നിന്ന് ഡീറ്റെയിൽസ് ഹാക്ക് ചെയ്യുന്ന പോലെയൊക്കെയാണ്. പക്ഷെ പുള്ളി ഭയങ്കര ഡയലോഗടിയാണ്. ഗുജറാത്തിലെ ഭയങ്കര ടീമാണ്. അംബാനിയുടെ മോൻ്റെ കല്യാണമൊക്കെ വിളിച്ചാണ്, പക്ഷെ വിളിച്ചില്ല. പക്ഷെ പുള്ളി പോയെന്ന് മാത്രമല്ല, വിളിക്കാതെ 2 വട്ടം കയറി ഇരുന്നുണ്ട്. അടുത്തടുത്ത് സീറ്റ് കിട്ടിയ മാമനെയും പൊള്ളാടിനെയും കൂടെ അംബാനി പിടിച്ച് തനിക്ക് 3ാമതൊരു വട്ടം വിധി പണയം വെച്ച് ഉണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 2നെ വീട്ടിൽ പറഞ്ഞു വിട്ടു. പുള്ളി വന്ന ഉടനെ ഞങ്ങൾ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ പുള്ളിനെ ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു സംഭവമുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിനകത്ത്. അതായത് അടുത്ത 6 മാസം ആര് അഡ്മിൻ ആവും എന്ന് ചെറിയൊരു പോൾ വെക്കും. വാട്സപ്പിൽ പോൾ വെക്കാൻ പറ്റുമല്ലോ, ചെറിയൊരു പോൾ. നമ്മൾ തമാശക്ക് തുടങ്ങിയതാ, പക്ഷെ പുള്ളിക്കാരന് അത് ജീവൻ മരണ പോരാട്ടം പോലായി. ഇപ്പോൾ കാൻഡിഡേറ്റ് 1 പുള്ളിയും, മറ്റേത് സിറ്റിംഗ് അഡ്മിൻ ചേച്ചിയുടെ മോള് 15 വയസ്സ്. അപ്പം ഈ പുള്ളി ഇത് ഉടനെ
ഈ പരസ്യ പ്രചാരണത്തിനൊക്കെ മാസം 30,000 രൂപ സാലറി കൊടുത്തിട്ട് ഒരു ടീമിനെയൊക്കെ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ 30,000 രൂപ കൊടുത്ത് സാലറി ഒക്കെ ഒരു തന്നെ പോസ്റ്റർ അടിക്കാനൊക്കെ. പുള്ളി മറ്റേ 1900-കളിലെ അപ്പൂപ്പനുണ്ടല്ലോ, മുക്കിപ്പൊടി വാങ്ങിക്കാൻ 3 കോടിയുടെ സ്വത്ത് വിറ്റ് കളയുന്ന ആ അപ്പൂപ്പൻ്റെ വൈബായിട്ട് പുള്ളി അത് സെറ്റായി. അത് കുഴപ്പമില്ലായിരുന്നു. ഈ പരസ്യ പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ചുമ്മാ വീട്ടിലോട്ട് ചെയ്യുന്നു, മാമൻ്റെ വീട്ടിലോട്ട്. ഇപ്പോൾ പരസ്യ പ്രചാരണം നടക്കുന്നില്ല, ഞാൻ ചുമ്മാ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് അടുക്കള ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് നോക്കിയപ്പോൾ ഗ്ലാസിൻ്റെ അകത്ത് എന്തോ ഒരു എഴുത്ത്, നിന്നെ ഇവിടെ എത്തിച്ചത് ദാഹം, നിന്റെ ദാഹം അകറ്റാൻ നിനക്ക് ശക്തിയേകുന്നത് ജലം, എന്നാൽ ജലത്തിന് ശക്തിയേകുന്നത് ആര്, നിന്റെ മാമൻ. ഒരു ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം താഴെ പോയി. ഞാനുടനെ ഇന്ന് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ബാത്റൂമിൽ കയറി കഥ അടച്ചപ്പം അവിടെ വീണ്ടും ഒരു എഴുത്ത്, നീ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലേ. കൂസല്ലേ, ബാത്റൂമല്ലേ, ഒറ്റപ്പെട്ടായിരിക്കും, സ്വാഭാവികം. ഒറ്റപ്പെട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ തല ഉയർത്തി മുകളിലേക്ക് നോക്കുക, ആ തീ അത് ഞാനാണെന്ന്. ഞാൻ തലയുയർത്തി മുകളിലോട്ട് നോക്കിയപ്പം ഈ ഷവറിൻ്റെ കമ്പിയിൽ മാമൻ്റെ മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത്, മാമനുണ്ട് നിന്റെ കൂടെ എന്നൊക്കെ. എന്തായാലും ഞാൻ പുറത്തിറങ്ങി, ഇലക്ഷൻ കഴിഞ്ഞു, മാമൻ ജയിച്ചു. ഞങ്ങളാരും വോട്ട് ചെയ്തില്ല, പക്ഷെ മാമൻ ജയിച്ചു കഴിഞ്ഞ് പുള്ളി വാട്സപ്പ് ഗ്രൂപ്പിൽ ആഴ്ച ഓരോ ഓഡിയോ ഇടും, മാമൻ കി ബാത്ത്. പുള്ളി ഓഡിയോ ഇടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ഫാമിലിയിൽ അച്ചീവ് ചെയ്തതിൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടി വന്ന് ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ഉദ്ദേശം. ഒരു അകന്ന ഒരു ബന്ധു ചേട്ടന് US വിസ കിട്ടിയപ്പം മാമൻ ഇതുപോലെ വന്നിട്ട്, എൻ്റെയും കൂടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. ചില സമയത്ത് പുള്ളി ഈ ഫോട്ടോ ഡൗൺലോഡ് പോലും ആക്കാതെ അടിയിൽ ഓഡിയോ ഇട്ടുകൾ. അകന്ന ഒരു വല്യമ്മച്ചിയുടെ മോള് പ്രഗ്നൻ്റ് ആയപ്പോഴും പുള്ളി ഇത് തന്നെ പറഞ്ഞു, എൻ്റെയും കൂടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. ഈ SBIയുടെ ക്രെഡിറ്റ് തനിക്കൂടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് മാമൻ SBIയുടെ ക്രെഡിറ്റ് കാർഡ് പോലും എടുക്കാൻ പോയത്. പുള്ളി ഇങ്ങനെ ഓഡിയോ ഇടുമെന്ന് പറഞ്ഞല്ലോ, പുള്ളിയുടെ ഓഡിയോയ്ക്ക് 2 പേര് ആംഗ്രി സ്മൈലിയിട്ട് റിയാക്ട് ചെയ്ത്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി ഉടനെ അവരെ 2 പേരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ആക്കി. ഗ്രൂപ്പിൽ ഭയങ്കര പ്രതിഷേധം. ഞങ്ങളുടെ വേറൊരു മാമനൊക്കെ ആണെങ്കിൽ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് ഉണ്ടാക്കിയ റീൽ ബന്ധം മാമനുമായിട്ട് ഉപരോധിച്ച്. വല്യമ്മച്ചി ആണെങ്കിൽ ഈ ചന്ദ്രനും ചൊവ്വയും കൂടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ആരും മൂത്രമൊഴിക്കാൻ പാടില്ല എന്നുള്ള പൊതുജന നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പോസ്റ്റൊക്കെ ഇനി ഈ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യില്ല, നിങ്ങളെ എങ്ങനെയൊന്നും സഹായിക്കില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഓരോ രീതിയിൽ പ്രതിഷേധിച്ച് മാമൻ ഇങ്ങോട്ട് വന്നിട്ട് അഡ്മിൻ ക്യാൻ ഒൺലി സെൻഡ് എ മെസ്സേജ് ആക്കി. ഞാൻ മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി എന്നായി. അവസാനം ഫീച്ചർ ഓണാക്കുന്നതിന് തൊട്ട് മുമ്പ് ലാസ്റ്റ് വന്ന മെസ്സേജ് അമ്മമ്മയുടെയാണ്. അമ്മമ്മ പറഞ്ഞത്, ഇതുപോലെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, പണ്ടേ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയായിരുന്നത്. ഏത് വാട്സപ്പിനല്ല, മാമന്. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ, നല്ല രസമുള്ള തമാശകളായിരുന്നു. രമേശേട്ടാ, സുദീപേ, ഒരു പൊളിറ്റിക്കൽ സെറ്റയറും കൂടെ ആയിരുന്നു, ഒരു പ്രത്യേക വീക്ഷണകോണിൽ അതിൽ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്, മനസ്സിലാവുന്നതാണ്, നല്ലതായിരുന്നു. ഈ ക്രെഡിറ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വർത്തമാനകാലത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ അഗ്രസീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അവകാശങ്ങൾ നമുക്ക് തരുന്നത് അവരുടെ ഔദാര്യങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടാണ് എല്ലാം തരുന്നത്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് തോന്നും, അയ്യോ ഇത് തന്നല്ലോ അത് തന്നല്ലോ എന്നൊക്കെ. അതൊക്കെ തരേണ്ടതാണ്, കിട്ടേണ്ടതാണ്, ഇതിന് മുമ്പേ കിട്ടുന്നതാണ്, എത്രയോ കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തോന്നുന്നുണ്ട്. ആ ഒരു മേഖലയിലൊക്കെ നിന്ന് ചിന്തിക്കുമ്പോൾ നല്ല തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി നിലത്ത് നോട്ടം കൂടുതലാണ്. നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മളൊരു സാധനം ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ, ഓരോ 2-3 വാക്കിനിടയിലും ഗ്രൗണ്ട് ലുക്ക് ചെയ്തിട്ട് പിന്നെ തുടങ്ങിയിട്ടാണ് മേളിലോട്ട് നോക്കുന്നത്. ഒരു പ്രസന്റേഷൻ്റെ ഒരു സുഖത്തെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വാഭാവികമാകുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സ്വാഭാവികത പ്രകടിപ്പിക്കുമ്പം അത് അലസതയായിട്ട് തോന്നരുത്. നൂല് വ്യത്യാസമുള്ളൂ ഇതൊക്കെ തമ്മിൽ. നമ്മളിപ്പോൾ ഒന്ന് അസ്വാഭാവികം, നമ്മളൊരു വീട്ടിൽ കല്യാണം വിളിക്കാൻ പോയി, അപ്പോൾ നമ്മൾ തെളിച്ച് പറയുമ്പോൾ ഈ വരുന്ന 16-ാം തീയതി എൻ്റെ മോളുടെ കല്യാണമാണ്, ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വരണം. അത് വാക്കുകൾ തെറ്റാതെ ഇനി വിളി പോരെന്ന് പറയാതിരിക്കാൻ വേണ്ടി പറയാം. പക്ഷെ ഒരുത്തൻ ചെന്നിട്ട് ഈ വരുന്ന 16-ാം തീയതി എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമായി, വളരെ സ്വാഭാവികമായിട്ട് പരിചയമെടുത്തിട്ട് എന്നാൽ 16-ാം തീയതി കേട്ടോ മോളുടെ കല്യാണം, ഇന്ന ഓഡിറ്റോറിയത്തിലാണ് വരണമെന്നും പറയാം. ഇത് തന്നെ സ്വാഭാവികത കൂടിയിട്ട് ഈ വരുന്ന 16-ാം തീയതി അവിടെ മോളുടെ കല്യാണമുണ്ട്, ഇത് നിങ്ങൾ വേണേ വാ എന്നൊക്കെ പറയുന്ന പോലെ ആയി കഴിഞ്ഞാൽ വരില്ല ഇവര്. ഈ പ്രശ്നം ഇതിനുണ്ടായിരുന്നു. സ്വാഭാവികത വളരെ അലസമായിട്ട് പറയാണ്, വളരെ അലസമായിട്ട് പറയുന്നത് പോലെ എനിക്ക് അവതരണത്തിൽ തോന്നി. ഇടയ്ക്ക് താഴോട്ട് നോക്കും, ഇടയ്ക്ക് നോക്കും, ഇത് പറഞ്ഞ് വേണേ കൈയടിച്ചോ ഇത് എന്നൊക്കെ പറയുന്നത്. എനിക്ക് അത്തരത്തിലൊരു സ്വാഭാവികത നല്ലതാണ്, അത് അലസത പോലെ തോന്നരുത് കേട്ടോ. ബാക്കി ഗംഭീരമായി.
സുദീപ്, നല്ല വിഷയമായിരുന്നു ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ ഒരുപാട് ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ്ലെസ് പോലെ എനിക്ക് തോന്നി, ഇങ്ങനെ മൂവ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു, ഇപ്പം വിഷു പറഞ്ഞല്ലോ ഓൾറെഡി. പക്ഷെ നല്ല വിഷയമായിരുന്നു. നമ്മൾ ഈ പറയുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഈ ഫോണിലേക്ക്, ബാത്റൂം എന്നല്ല എല്ലാ ഭാഗത്തേക്കും ഫോണ് ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഫോണില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ എങ്ങനെ കഴിച്ചു കൂട്ടും എന്നുള്ള ചിന്തയിലാണ്. ചാർജ് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിലൊക്കെ ഇതിൻ്റെ ഒരു നഷ്ടം നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അങ്ങനെയായി നമ്മളിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ. ഈ ഫോൺ ഒഴിവാക്കാൻ വേണ്ടി കോവിഡ് സമയത്ത് പിള്ളേരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോഗിനെ മേടിച്ചു, ഡാഷ്. ഒരു ഭാഗത്തും വളരും, ചെറുതാണ്, വളരില്ല. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ രാവിലെ 10 മണിക്ക് എണീക്കുക, രാവിലെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഊണ് കഴിച്ചാൽ ഒരു 2 മണിക്കൂർ ഉറക്കം, ഡാഷ്. അത് കഴിഞ്ഞ ശേഷം രാത്രി 8 മണിയാകുമ്പോൾ പോയി കിടന്ന് ഉറങ്ങും. വീട്ടിലെ കാവൽനായാണ്. ഒരു ദിവസം രാത്രി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, അതെ അവനങ്ങനെ കുരയ്ക്കാത്തതാണ്, കുരയ്ക്കുന്നു, എണീറ്റ് നോക്ക്, എന്തോ കള്ളന്മാരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എണീറ്റ് നോക്കിയപ്പോഴേ ഉറക്കത്തിൽ കുരയ്ക്കുക, ഉറക്കത്തിൽ മലർന്ന് കിടന്നു. അതൊരു ബാധ്യതയായി. ഫോണായിരുന്നു ഇതിലും ഭേദം. ഈ പട്ടിയെ മേടിക്കുമ്പോ നിങ്ങളുടെ ഈ പട്ടിയുടെ ബേസിക് സ്വഭാവം നോക്കി മേടിച്ചില്ലെങ്കിൽ ഇങ്ങനെ പലതും പറ്റും. വിശ്രമ പട്ടികളുണ്ട്, നല്ല വിശ്രമം. പഗ്ഗുണ്ടല്ലോ, കിടന്നിട്ട് വർത്താനം പറയുന്ന ആളെ നോക്കുമല്ലോ, ഒത്ത നടുക്കേ കിടക്കുള്ളൂ. എന്നിട്ട് നിങ്ങൾ വർത്താനം പറഞ്ഞാൽ നിങ്ങളെ നോക്കുമ്പോ പെട്ടെന്ന്. അപ്പൊ സാചേട്ടൻ പറഞ്ഞ ഈ നോട്ടം അല്ലാണ്ട് വേറെ പരിപാടിയില്ല. പക്ഷെ മിൻപിൻ പൂടില് വളരെ ആക്റ്റീവായിട്ടുള്ള പട്ടിയെ മേടിച്ചില്ലെങ്കിൽ പുള്ളിയുടെ കാര്യം വിശ്രമം, ഇതാണ് മെയിൻ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനെ ഫോൺ എടുത്തിട്ട് ഫ്രീസർ വെച്ച് എന്നുവെച്ചാൽ ഒളിപ്പിച്ച് വെച്ചതാ. അച്ഛൻ നോക്കിയ സമയത്ത് ഫ്രീസറിനകത്ത് ഫോൺ മുഴുവൻ ഐസായി. പുള്ളി വന്ന് ചീത്ത വിളിച്ച് അവനെ അടിച്ച് നേരെ അച്ഛൻ കൊണ്ടുപോയിട്ട് ആ ഫോൺ എടുത്ത് ദോശക്കല്ല് വെച്ച് തീർന്നു. മറ്റേതൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പുള്ളി ഇല്ലാതാക്കി. ഒരിക്കൽ കൂടി നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞു. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും ഏറ്റവും പുതിയ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.